പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഗുഡ്സ് ട്രെയിനിൻ്റെ ഡ്രൈവറും അസിസ്റ്റന്റ് ഡ്രൈവറും കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഗാർഡ് മരിച്ചിട്ടുണ്ട്. 60-ലധികം പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. രക്ഷാപ്രവർത്തനം പൂർത്തിയായതായാണ് റെയിൽവേ അറിയിക്കുന്നത്. സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിബി, തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങൾ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണ് ആദ്യഘട്ടങ്ങളിൽ ഇപ്പോഴുള്ള അപകടത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോയാൽ ആരൊക്കെയാണ് ഗുരുതരമായി കഴിയുന്നത്? എന്തൊക്കെയാണ് റെയിൽവേ വിശദീകരിക്കുന്നത്? അജിംഷാദ്, ബംഗാളിലുണ്ടായ ട്രെയിൻ ആക്സിഡന്റിൽ ഇതുവരെ 15 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട്. 60-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി എന്നുള്ളതാണ് റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയുമായ ജയവർമ്മ സിൻഹ അല്പസമയത്തിന് മുമ്പ് അറിയിച്ചത്. ഈ മരിച്ചവരിൽ ഈ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും കൂടാതെ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും ഉൾപ്പെടുകയും ചെയ്യും. അങ്ങനെ 3 റെയിൽവേ ഉദ്യോഗസ്ഥരടക്കമാണ് 15 പേർ മരിച്ചത്. ഇന്ന് രാവിലെ 8:50ഓടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരിക്ക് സമീപമായിരുന്നു അപകടം. അവിടെ ന്യൂ ജയ്പാൽ ഗുഡി സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ച കാഞ്ചൻജംഗ എക്സ്പ്രസ് രംഗാവരപാണി സ്റ്റേഷൻ അടുത്തെത്തിയപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത്. സിഗ്നൽ മറികടന്നെത്തിയ ചരക്ക് ട്രെയിൻ ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചു വന്നത്. സിബി, അതായത് ഇപ്പോൾ അവസ്ഥയിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. പക്ഷേ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്കുള്ള സഹായങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ എന്തൊക്കെയാണ് ഈ അവിടുത്തെ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ? ഈ 60 പേരിൽ എത്ര പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്? ഈ 60 പേരിൽ ഇപ്പോൾ ചിലരുടെ വളരെ കുറച്ച് പേരുടെ നില മാത്രമാണ് അതിഗുരുതരമായിട്ടുള്ളൂ. ബാക്കി എല്ലാ നിലയും നിസ്സാരമായ പരിക്കുകളുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ റെയിൽവേ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരാണ് ആരംഭിച്ച് കോൺഗ്രസും RJDയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് എല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായി റെയിൽവേ മന്ത്രാലയത്തിൽ തുടരുന്നത് കെടുകാര്യസ്ഥിതിയാണ്. മോദി സർക്കാർ റെയിൽവേ ഒരു സ്വയം പ്രൊമോഷനുള്ള വേദിയാക്കി മാറ്റിയെന്നെല്ലാം തന്നെയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാം തന്നെ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഉടൻ തന്നെ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നിലവിൽ സിഗ്നൽ മറികടന്ന് ഇത്തരത്തിൽ ഉണ്ടായത് വലിയൊരു സാങ്കേതികമായ പിഴവാണ്. അത് റെയിൽവേയുടെ പൂർണ്ണമായ അനാസ്ഥ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഇത് റെയിൽവേയുടെ അനാസ്ഥയാണ്. നേരത്തെയുള്ള അപകടങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള സിഗ്നൽ പിഴവുകൾ എങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ച് ഈ സ്വകാര്യവൽക്കരണം, റെയിൽവേയിലെ സ്വകാര്യവൽക്കരണം മാത്രമല്ല, തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് കൊടുക്കുന്ന അമിത ഭാരം, ലാഭേച്ഛ സംബന്ധമായ പ്രവൃത്തി, ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്നതാണ്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒക്കെ കാലത്ത് റെയിൽവേ അപകടത്തിൻ്റെ പേരിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ധാർമ്മികമായി ഭരണകൂടത്തിനുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് ഖാർഗെ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ അപകടത്തെ സംബന്ധിച്ച്? സിഗ്നൽ പിഴവ് എന്നൊറ്റ വാക്കിലാണോ ഒതുങ്ങുന്നത്? ഏതെങ്കിലും അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അജിംഷാദ്, ഈ അപകടം ഉണ്ടായിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതായി റെയിൽവേ മന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആരും തന്നെയും റെയിൽവേ ബോർഡ് ആരും തന്നെയും ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ റെയിൽവേയുടെ CEO ആയ ജയവർമ്മ സിൻഹ അവർ അല്പസമയം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അവർ പ്രധാനമായും പറഞ്ഞത് ഈ സിഗ്നൽ മറികടന്നാണ് ഇത്തരത്തിൽ ഒരേ പാതയിൽ പോയിക്കൊണ്ടിരുന്ന പാസഞ്ചർ ട്രെയിനിന് പിന്നിലേക്ക് സിഗ്നൽ മറികടന്നുകൊണ്ട് ഈ ഗുഡ്സ് ട്രെയിൻ ചെന്നെത്തിയതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതൊരു സാങ്കേതിക പിഴവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് റെയിൽവേ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും അജിംഷാദ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് വിവിധ ട്രെയിൻ ആക്സിഡന്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം അടക്കം ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിനാണെന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അജിംഷാദ്.